എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പേസ്ട്രിയുടെ റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, ചോക്ലേറ്റ് ബ്രെഡ് പേസ്ട്രി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സ്ലൈസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പേസ്ട്രി ആയിട്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിയാലോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പേസ്ട്രിക്കുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് 250 ml കപ്പിൽ. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ള കാരണം ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല, പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. വേണ്ടത് 1/4 ടീസ്പൂൺ വാനില എസൻസ്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ ഹോട്ട് ചോക്ലേറ്റ് എന്നും മറ്റും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്രീമും അതുപോലെ തന്നെ ഷുഗറും ആഡഡ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ കളറിനൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ പാത്രം ഇങ്ങനെ പൊന്തിച്ചാലും ഇത് താഴോട്ട് വരരുത്. നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. അപ്പൊ ആദ്യം നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ ബ്രെഡിന്റെ പാർട്ട് അതിലോട്ട് വെക്കാം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റത്തെ ലെയർ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കുറച്ച് പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ മേലെ ക്രീം വെച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സാധാരണ പൈപ്പിംഗ് ബാഗിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യാം. അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ പാലും ചോക്ലേറ്റും ചേർന്ന സിറപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലെയർ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്ലൈസ് ബ്രെഡും വെച്ചിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ഇതുപോലെ ക്രീം ചേർത്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പൊ നമ്മളൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമ്മളിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പൂ പോലെ ഒന്ന് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കേക്ക് ബേക്ക് ചെയ്ത് കഷ്ടപ്പെടണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.